Hello. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Yes, good morning. Okay, let's start. വളരെ കുറവാണല്ലോ കുട്ടികള്. നാളെ ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും. കുറെ പേര് കുറവാണ്. 12 പേരേ ഉള്ളൂ, ഇൻക്ലൂഡിങ് മീ ആണ് കേട്ടോ. 12 പേര്. ദാറ്റ് മീൻസ് ഒത്തിരി പേര് കുറവില്ലേ? ഒരു 29-30 ഒക്കെ അറൗണ്ട് അത്ര ഉണ്ടാവാറുണ്ട്. യെസ്, വരുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ എവിടെയാ പഠിച്ചു നിർത്തിയത്? എവിടെയാ ഓർമ്മയുണ്ടോ? ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഓൾ ഓഫ് യു. എവിടെ നിർത്തിയെന്ന് വല്ലതും ഓർമ്മയുണ്ടോ? ഇത്ര മതിയില്ലേ? നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാണുന്നില്ലേ? കാണണ്ടോ? പ്രസന്റേഷൻ ക്ലിയർ ആണോ എന്നൊന്ന് പറഞ്ഞേ. ഇനിയും നമ്മളുടെ ലെറ്റേഴ്സ് ബോൾഡ് ആക്കണോ? വേണ്ടല്ലോ? ഇത്ര മതിയില്ലേ? കാണാം. ഭയങ്കര വലുതായിരിക്കുന്നു. നമുക്ക് ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കി ഒരെണ്ണം. ഓക്കെ, അപ്പൊ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് നമ്മള് കുറച്ച് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് കുറച്ച് ടേംസ് ഇൻ റിഗാർഡിങ് ദ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇന്റർവ്യൂ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് പ്രൊമോഷൻ. പ്രൊമോഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അതായത് ഒരു എംപ്ലോയിയുടെ സാലറി ഇൻക്രിമെന്റ്, അല്ലെങ്കിൽ ആൾക്ക് നേരത്തെ പേയ്മെന്റ് കിട്ടിയിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മോർ പേയ്മെന്റും, അതോടൊപ്പം തന്നെ വിച്ച് ഇൻക്രീസസ് ഹിസ് സ്റ്റാറ്റസ്, അദ്ദേഹത്തിന്റെ പ്രിഫേർഡ് സ്റ്റാറ്റസിലേക്ക്, എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാറ്റസിൽ നിന്ന് കുറച്ചുകൂടി എന്താ പറയാ മുൻഗണനയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രിഫറബിൾ ആയിട്ടുള്ള സ്റ്റാറ്റസിലേക്ക് ആളുടെ ഒരു മാറ്റം, അതാണ് പ്രൊമോഷൻ എന്ന് വിളിക്കുന്നത്. പ്രൊമോഷന് വേണ്ടിയിട്ട് വെയിറ്റേജ് നൽകുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പറഞ്ഞു. ലെങ്ത് ഓഫ് സർവീസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ട്രെയിനിങ് കോഴ്സസ് കംപ്ലീറ്റഡ്, പ്രീവിയസ് ആയിട്ടുള്ള വർക്ക് ഹിസ്റ്ററി, ഇതൊക്കെ ഈ പറയുന്ന എന്താ പറയാ പ്രൊമോഷന് വെയിറ്റേജ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ പ്രൊമോഷനെ എന്താ പറയാ ഓപ്പർച്യൂണിറ്റി ഉള്ള ആളുകളെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കാണ് വെയിറ്റേജ് കൊടുക്കുക. ഇതിന്റെ വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആരാണ് അതിന് അർഹതയുള്ള ആള് എന്ന് കണ്ടെത്തുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞു ആൻഡ് ഡിമോഷൻ വിച്ച് ഈസ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് പ്രൊമോഷൻ. പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിമോഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ലോവറിംഗ് ദ സ്റ്റാറ്റസ് ആൻഡ് ഓൾസോ ലോവറിംഗ് ദ പേയ്മെന്റ്. പേയ്മെന്റും താഴേക്ക് പോകുന്നു, അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ സ്റ്റാറ്റസും താഴേക്ക് പോകുന്നു, റെസ്പോൺസിബിലിറ്റീസ് കുറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. ഡിമോഷൻസ് സാധാരണ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു കീപ് ദ എംപ്ലോയീസ് മോർ അലേർട്ട് അല്ലെ? എംപ്ലോയീസിനെ കൂടുതൽ വിജിലന്റ് ആക്കാൻ അല്ലെങ്കിൽ അലേർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഡിസിപ്ലിൻ ആയിട്ട് പെരുമാറോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഓർഗനൈസേഷന്റെ എന്തെങ്കിലും കാര്യങ്ങളെ ചീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ ചില എംപ്ലോയീസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിനെയൊക്കെ എന്താ പറയാ, അങ്ങനെ ഒരു പ്രവണത എംപ്ലോയീസിന്റെ ഇടയിൽ വരാതിരിക്കാൻ, അങ്ങനെ മോർ വിജിലന്റ് ആക്കാൻ എംപ്ലോയീസിന് അതിനുവേണ്ടി കൊടുക്കുന്ന ഒരു ചെറിയ ഒരു എന്താ പറയാ ഒരു പണിഷ്മെന്റ് പോലെയുള്ള ഒരു കാര്യം തന്നെയാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ അടുത്തതും പറഞ്ഞു, ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ടേം പറഞ്ഞു. ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓർ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ ഓർ ഫ്രം വൺ പ്ലേസ് ടു അനദർ അല്ലെ? ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക്, അതായത് ഒരേ ലെവലിൽ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, അങ്ങനെയാണ്. അല്ലാണ്ട് കാഷ്യറിൽ നിന്നും മാനേജറിലേക്ക് അങ്ങനെയൊന്നുമല്ല. ആ ഒരു മൂവ്മെന്റ് അല്ല, ലാറ്ററൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ? ഇങ്ങനെ ഇരുന്ന വ്യക്തിനെ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ നീക്കി മാറ്റി വെക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോ സാലറി ഇൻക്രിമെന്റ് ഇല്ല അവിടെ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏകദേശം ഈക്വൽ ആയിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ മറ്റൊരു സ്ഥലത്തേക്കും ട്രാൻസ്ഫേഴ്സ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, ഓൺലി ദ മൂവ്മെന്റ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ഓർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കും ഉള്ള ഒരു മൂവ്മെന്റ് മാത്രമാണ്
ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് നടത്തപ്പെടുന്നതെന്നൊക്കെ നമ്മൾ പറയണം. അപ്പൊ ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞില്ലേ? ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടല്ലേ ഞാൻ നിർത്തിയത്? ആണോ? എല്ലാവരും എത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് കഴിഞ്ഞ ദിവസം നിർത്തിയ ഭാഗത്ത് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു പോയത്. ഓക്കെ, യെസ്. So next we have to study about the separations. Separations means to separate the employee from the organization. ചില സാഹചര്യങ്ങളിൽ എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്യാറുണ്ട്? സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഈ സെപ്പറേഷൻസ് എല്ലാം ഒരുപോലെയല്ല, പല രീതിയിലുള്ള സെപ്പറേഷൻസ് ഉണ്ട്. So we are going to study about the types of separations. That means removing or separating the employees from the payroll. പേറോളിൽ നിന്ന് എംപ്ലോയീസിനെ താൽക്കാലികമായോ അല്ലെങ്കിൽ എന്നേക്കുമായോ നീക്കം ചെയ്യുന്ന ഒരു രീതി. സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേർതിരിക്കുക. പേറോൾ എന്താ? പേറോളിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നമ്മളുടെ ചിലപ്പോഴൊക്കെ കോഴ്സ് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് those who know more about എന്താ പറയാ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടല്ലോ, ഈ കോഴ്സിനെ കുറിച്ചൊക്കെ എന്താ പറയാ ആ ഒരു കോഴ്സിനെ മാത്രം പഠിക്കുന്ന ആൾക്കാരുണ്ട്. HR മാനേജേഴ്സ് ആയിട്ടൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി ഈവൻ ഹോസ്പിറ്റൽസില് വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻസിലൊക്കെ ഇന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അവർക്ക് ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് വഹിക്കാനായിട്ട്. അപ്പൊ അതൊക്കെ പഠിക്കാൻ വരുന്ന കുട്ടികൾ നമുക്കിവിടെ അതുണ്ടല്ലോ കോഴ്സ്, അതിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചോദിക്കും പിള്ളേര് പേറോൾ ഉണ്ടോ അതിനകത്ത് പഠിക്കാനായിട്ട്. നമ്മളുടെ ഡിപ്ലോമയിൽ ഇല്ല, നമ്മളുടെ PG അതിന്റെ PG ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആ കോഴ്സിൽ ആ ഒരു സിലബസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ എന്താണ് പേറോൾ എന്ന് പറഞ്ഞാൽ? പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ എന്താ പറയാ പേയ്മെന്റിന്റെ സ്കെയില്. അതായത് ഓരോ എംപ്ലോയീസും ഡിഫറെന്റ് ലെവൽ ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഡിഫറെന്റ് ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ എല്ലാ പേരും അവർക്ക് കൊടുക്കുന്ന സാലറി, ബേസിക് സാലറി പ്ലസ് TA, DA, DMS അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, അതുപോലെ തന്നെ PF-ലേക്കുള്ള എന്താ പറയാ മാറ്റിവെക്കല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുള്ള അഡീഷൻസും ഡിഡക്ഷൻസും എല്ലാം കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ലെഫ്റ്റ് ടു പേ, ആർക്ക് എംപ്ലോയീസിനെ എത്രയാണെങ്കിൽ ബാക്കി കൊടുക്കാൻ നിൽക്കുന്നത്, അതെല്ലാം ഒറ്റ ഇതിൽ കാണിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് പേറോൾ എന്ന് പറയുന്നത്. അതായത് അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും അതൊക്കെ ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതാണ് പേറോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പേറോളിൽ നിന്ന് എംപ്ലോയീസിനെ പെർമനന്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സെപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെപ്പറേഷൻ മീൻസ് ടെർമിനേഷൻ ഓഫ് സർവീസ് ഓഫ് എഗ്രിമെന്റ് ആണ്. ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടുത്തെ ആ ഒരു ജോലി ചെയ്യാനുള്ള സേവനം ചെയ്യാനുള്ള അഗ്രിമെന്റ് താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ എന്നേക്കുമായിട്ടോ ടെർമിനേറ്റ് ചെയ്യുക, അവസാനിപ്പിക്കുക എന്നുള്ളതാണ് സെപ്പറേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇറ്റ് മേ ടേക്ക് പ്ലേസ് ഡ്യൂ ടു മെനി റീസൺസ്. പല കാരണങ്ങൾ കൊണ്ട് സെപ്പറേഷൻസ് നടക്കാറുണ്ട്. സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദേ. എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ റെസിഗ്നേഷൻ ആണ്. എന്താ റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ? റിസൈൻ ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ? റിസൈൻ ചെയ്യുക. റിസൈൻ എന്ന് പറയുന്നത് ഒരു വെർബ് ഫോം ആണ്. റെസിഗ്നേഷൻ അതിന്റെ ഒരു നൗൺ ഫോം. ഓക്കെ, അപ്പൊ റെസിഗ്നേഷൻ എന്താ? റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും റീസൺസ് കൊണ്ട് ആൾക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ ഇറ്റ്സ് മൈ എന്താ പറയാ ഇൻട്രസ്റ്റ് ടു റിസൈൻ ദ ജോബ്. ആ ജോലി ചിലപ്പോൾ നമുക്ക് അത് എന്താ പറയാ എന്താ പറയാ ഒരുമിച്ച് മറ്റേതെങ്കിലും ഒരു കാര്യവുമായിട്ട് നമുക്ക് എന്താ പറയാ ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അത്രയും നിവൃത്തിയില്ലാതെ വരുമ്പോഴൊക്കെയാണ് റിസൈൻ ഒക്കെ കൊടുക്കുക. നല്ല നല്ല ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നല്ല സിറ്റുവേഷൻസ്, നല്ല സർക്കംസ്റ്റാൻസസ്, നല്ല എന്താ പറയാ കരിയർ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്ന ഓർഗനൈസേഷനിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പിരിഞ്ഞു പോകാനൊന്നും താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ there may be some reasons. അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ, തക്കതായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം റിസൈൻ. That means it's the voluntary termination of an employee from an organization. അതായത് നമ്മളുടെ സ്വമേധയുള്ള തീരുമാനമാണ് ഓർഗനൈസേഷനിലെ ജോലി അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുക എന്നുള്ളത്. അതിനെയാണ് നമ്മൾ വിളിക്കുക. ആരും പുഷ് ചെയ്തിട്ടോ ഫോഴ്സ് ചെയ്തിട്ടോ അല്ല, നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കുന്നതൊന്നുമല്ല. സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ടെർമിനേറ്റ് ചെയ്യുന്നു, ജോലി അവസാനിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ റെസിഗ്നേഷൻ എന്ന് വിളിക്കുക. ഡ്യൂ ടു അതിന് പല കാരണങ്ങളിൽ, ഡ്യൂ ടു ഇൽ ഹെൽത്ത്, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റി ആയിരിക്കാം, ശാരീരികമായിട്ടുള്ള ചില വൈകല്യങ്ങളോ ഒക്കെ ആകുന്നതാകാം, അല്ലെങ്കിൽ ചിലപ്പോ എക്സ്പെക്ടിങ് സം ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ സം വർക്ക് ഓർഗനൈസേഷൻ. മറ്റേതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി കിട്ടി, കുറച്ചും കൂടി ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്നുള്ള കാരണത്തിലാകാം.
അതല്ലെങ്കിൽ റീസൺസ് ഓഫ് മാരേജ്. ചിലവരൊക്കെ കല്യാണമൊക്കെ ആകുമ്പോൾ പെൺകുട്ടികളൊക്കെയാണ് കൂടുതലും അടുത്തുള്ള ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലിക്ക് പോകുന്നു. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ചിലപ്പോ എന്താ പറയാ കല്യാണം കഴിക്കുന്ന ആളുടെ കൂടെ പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ കുറച്ച് ദൂരെയാണ് കല്യാണം കഴിച്ചു വിടുന്നത്, സോ ഡെയിലി വന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല കാരണങ്ങളൊക്കെ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, സ്വന്തമായിട്ട് വോളണ്ടറിലി അവര് സർവീസ് ടെർമിനേറ്റ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ റെസിഗ്നേഷൻ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ റെസിഗ്നേഷൻ? മനസ്സിലായെങ്കിൽ വേഗം വേഗം പറയുക, മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സെപ്പറേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. റെസിഗ്നേഷൻ, അടുത്തത് ഇനി പറയുന്ന ഓരോന്നും ലേ ഓഫ് വരെ 4 ഉണ്ട്. 4 ടൈപ്പ് ഓഫ് സെപ്പറേഷൻസ് ആണ് ബിസിനസ് ഓർഗനൈസേഷൻസിൽ സാധാരണയായിട്ട് സ്വാഭാവികമായിട്ടൊക്കെ നടക്കാറുള്ളതിൽ ഫസ്റ്റ് വൺ ആണ് റെസിഗ്നേഷൻ. മനസ്സിലായിട്ട് അതിന്റെ മൊത്തം സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ. നെക്സ്റ്റ് വൺ ഡിസ്ചാർജ് ഓർ ഡിസ്മിസൽ ആണ്. ഡിസ്മിസൽ ഓർ ഡിസ്ചാർജ്. എന്താണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്മിസൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പെർമനന്റ് ടെർമിനേഷൻ ഓഫ് എൻ എംപ്ലോയി ഫ്രം ദ പേറോൾ. പേറോളിൽ നിന്ന്, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പേറോളിലെ എന്താ പറയാ എംപ്ലോയീസിന്റെ പേര് വിവരങ്ങൾ, അവർക്ക് കിട്ടുന്ന സാലറിയുടെ സ്റ്റാറ്റസ് മുഴുവൻ ഡെപ്പിക്ട് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു ഡോക്യുമെന്റ്, ദാറ്റ് ഈസ് കോൾഡ് ദ പേറോൾ. പേറോളൊക്കെ ഇന്ന് എന്താ പറയാ നമ്മളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എക്സലിലൊക്കെ അത് കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതൊക്കെ ചിലപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇതിങ്ങനെ ഓരോരുത്തരുടെ പേര്, അവർക്ക് കൊടുക്കുന്ന ബേസിക് സാലറി ഒക്കെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ആൽഫബറ്റിക് ഓർഡറിലൂടെ കൃത്യമായിട്ട് നമുക്ക് ഇന്ന് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ആ പേറോളിൽ നിന്ന് ഒരു എംപ്ലോയിനെ പെർമനന്റ്ലി റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്മിസൽ എന്ന് പറയുന്നത്. സോ what will be the reason? Mainly it will be the reason for violating any rules or insufficient performance. ആ ഓർഗനൈസേഷനിൽ അവിടുത്തെ എന്തെങ്കിലും റൂൾസ് വയലേറ്റ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ് ആ എംപ്ലോയിൽ നിന്നും കിട്ടാത്തത് കൊണ്ടോ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം പ്രധാനമായിട്ടും ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്മിസൽ നടക്കുക. അതല്ലാതെ ഇപ്പൊ സാധാരണഗതിയിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ സാധാരണ കോഴ്സ് ഓഫ് ആ ഒരു ബേസിൽ ചെയ്ത ജോലിയിലൊക്കെ വലിയ പ്രത്യേക ബുദ്ധിമുട്ടൊന്നുമില്ല. അവരവരുടേതായ ജോലികൾ ചെയ്യുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. എങ്കിൽ വെറുതെ ഒന്നും പിടിച്ചിട്ട് ഡിസ്കസ് ഒന്നും ചെയ്യില്ല, ഡിസ്ചാർജ് ചെയ്യില്ല. സാധാരണ ഇങ്ങനെയൊക്കെയാണ്. അതായത് ഒന്നില്ലെങ്കിൽ അവിടുത്തെ ഓർഗനൈസേഷൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഏതെങ്കിലും വയലേഷൻസ്, ലംഘനങ്ങൾ വരുത്തണം. അതല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് പെർഫോമൻസ്. നമ്മളൊരു ആൾക്ക് ജോലി കൊടുക്കുമ്പോൾ ആ ആളിൽ നിന്ന് അവരുടെ പെർഫോമൻസ് ഇത്രയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കും. അത് എംപ്ലോയർ പ്രതീക്ഷിക്കും. അത് അയാളുടെ പ്രതീക്ഷയാണ്. കാരണം ആള് ആ ഓർഗനൈസേഷൻ കൊണ്ട്, ആ ഒരു ബിസിനസ് നടത്തുന്നത് കൊണ്ട് എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യം ആൾക്ക് നേടിയെടുക്കണം, അല്ലെ? അപ്പൊ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആണ് അവിടെയുള്ള എംപ്ലോയീസും പ്രവർത്തിക്കേണ്ടത്, ജോലി ചെയ്യേണ്ടത്. അതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെ? ഇതൊരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇവിടെ നല്ല നല്ല രീതിയിൽ ക്ലാസ്സുകൾ ടീച്ചേഴ്സ് എടുത്താലാണ് ഈ ഒരു ഓർഗനൈസേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെ? അതല്ല എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് പറയുന്നു, അത് കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അവർക്ക് ക്ലിയർ ആകുന്നുണ്ടോ, അവർക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ആഫ്റ്റർ ഓൾ നോട്ട് ഓൺലി ഫോർ ദ എക്സാം, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എക്സാമിന് വേണ്ടി മാത്രമല്ല, ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി വെച്ചാലാണ് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കൊരു ജോലി കിട്ടുമ്പോൾ അതൊക്കെ നമുക്ക് അവിടെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? പഠിച്ചു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്താ പറയാ നമുക്ക് മോക്ക് ടെസ്റ്റുകളും ഒക്കെ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എക്സ്ട്രാ തരുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. പക്ഷെ അത് മാത്രം പോരല്ലോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ജോലിക്കൊക്കെ കയറുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചത് നമുക്കിത് ഓർമ്മയിലേക്ക് വരണം. അപ്പോഴാണ് നമുക്ക് ഇതെല്ലാം അവിടെ അപ്ലൈ ചെയ്ത് ഒരു എന്താ പറയുക തെറ്റ് കൂടാതെ നമ്മളുടെ പെർഫോമൻസ് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ എംപ്ലോയീസിൽ നിന്നും എംപ്ലോയർമാര് ഓരോന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദിസ് മച്ച് ഔട്ട്പുട്ട് അവര് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയുടെ അടുത്തേക്ക് പോലും എത്താതാകുന്ന ഇൻസഫിഷ്യന്റ് പെർഫോമൻസ് എന്ന് വെച്ചാൽ ആവശ്യത്തിന് പോലുമുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാത്ത എംപ്ലോയീസിനെയൊക്കെ ചിലപ്പോ എന്ത് ചെയ്യും? ഡിസ്മിസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്. മനസ്സിലായോ? ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ ക്ലിയർ ആയോ? യെസ്, ഓക്കെ. ദെൻ അടുത്തത് എന്താ? സസ്പെൻഷൻ ആണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള, ഹ്യൂമൻ റിസോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്.
അത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസ് തന്നെ. അപ്പൊ ഇതും എന്താ പറയാ എംപ്ലോയീസിനെ താൽക്കാലികമായിട്ട് ടെർമിനേഷൻ തന്നെയാണ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഇവിടെ ഒരു പ്രത്യേകത അതാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്മിസൽ പോലെയല്ല, അത് എന്നേക്കുമായിട്ട് പേറോളിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റി. ഇവിടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് പേറോളിൽ നിന്ന് മാറ്റുന്നില്ല. ബിക്കോസ് അവര് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടി മാത്രമാണ് സസ്പെൻഡ് ചെയ്യുക അല്ലെ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കോളേജിലെ കുട്ടികളെ സസ്പെൻഡ് ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ സ്കൂളുകളിലും അതൊക്കെ തുടങ്ങി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചില കുരുത്തക്കേടുകളൊക്കെ കാണിക്കുമ്പോൾ എന്താ ചെയ്യാണ്, കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യുക അല്ലെ. പ്ലസ് 2 വരെയുള്ള കുട്ടികളിലൊക്കെ ചില ഇതുപോലുള്ള വികൃതിത്തരമൊക്കെ കാണിക്കുമ്പോൾ ടീച്ചേഴ്സ് അവരുടെ ഹെഡ് ഓഫ് ദ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പളൊക്കെ അവരെ സസ്പെൻഡ് ചെയ്യാറുണ്ട്. സെൽവർ തിരിച്ചു കയറ്റില്ല. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്, ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മോശം ആക്ടിവിറ്റി എന്ന് വെച്ചാൽ അത്ര വലിയ തെറ്റൊന്നുമല്ല, ചെറുതാണെങ്കിലും ഉള്ള അതൊരു ഡിസിപ്ലിനറി ആക്ഷന്റെ ഒരു രീതിയിലാണ് ഇത്തരം ഒരു സസ്പെൻഷൻസ് കൊടുക്കുന്നത്. പക്ഷെ ഇതൊരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടി മാത്രമാണ് കൊടുക്കുക. മനസ്സിലായി? അപ്പൊ മാറ്റി നിർത്തുകയാണ്. ഒരാഴ്ചത്തേക്ക് തന്നെ ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലെ. കേട്ടിട്ടില്ലേ നമ്മള്? സ്വാഭാവികമായിട്ടൊക്കെ എല്ലാവരും അറിയുന്ന ചില കാര്യങ്ങളാണ്. സസ്പെൻഷനൊക്കെ കേൾക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പുള്ളിക്കാരൻ സസ്പെൻഷനിലാണ്, ജോലി ഇല്ല, ഒരു മാസമായിട്ട് സസ്പെൻഷനിലാണ്, ഒരു മാസത്തേക്ക്. പല കാര്യങ്ങൾ കൊണ്ടും അങ്ങനെ സംഭവിക്കാറുണ്ട്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആക്ടിവിറ്റി ഇൻ വിച്ച് ദ എംപ്ലോയി ഈസ് ടെർമിനേറ്റഡ് ഫ്രം ദ വർക്ക് ഫോർ ഓൺലി എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക സമയത്തേക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കും. ഇത്ര ദിവസത്തേക്ക്, ഇന്ന മാസത്തേക്ക്, അങ്ങനെയൊക്കെ അത് പർട്ടിക്കുലർലി എടുത്ത് പറയും കേട്ടോ. മനസ്സിലായോ? സസ്പെൻഷൻ പീരീഡ് ദർ വിൽ ബി നോ പേയ്മെന്റ് ഓഫ് സാലറി പേയ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച, ആ ഒരാഴ്ചത്തെ സസ്പെൻഷൻ പീരീഡിലുള്ള സാലറി കട്ട് ചെയ്യും. വിത്തൗട്ട് പേ ആണ് കേട്ടോ. സാധാരണഗതിയിൽ അങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ദേ ഹാവ് ദെയർ ഓൺ കസ്റ്റമൈസ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓരോരുത്തരും എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലെയും ഒരേപോലെയുള്ള നിയമങ്ങളല്ല. കുറെ സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ കൂടാതെ ഓർഗനൈസേഷന് അതിൻ്റെതായ നിയമങ്ങൾ ഒക്കെ ഉണ്ടാക്കി രൂപീകരിച്ചെടുക്കാനുള്ള ഒരു ഇതുണ്ട്, ഒരു റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. സോ അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പെരുമാറുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആക്ഷൻ എന്നതുപോലെയാണ് ഇതുപോലുള്ള സസ്പെൻഷൻസ് കൊടുക്കുക. സസ്പെൻഷനിൽ സാധാരണഗതിയിലാണെങ്കിൽ ദർ വിൽ ബി നോ പേയ്മെന്റ്. പക്ഷെ ഇനി അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് അവരുടെ ഓർഗനൈസേഷനെ മാത്രമായിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ സസ്പെൻഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലേ ഓഫ്. അടുത്തത് ലേ ഓഫ് ആണ്. ലേ ഓഫ്, ഈ ലേ ഓഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഡെഫിനിറ്റ് ടെർമിനേഷൻ ഓഫ് എൻ എംപ്ലോയി. ഇൻഡെഫിനിറ്റ് ആണ്. നേരത്തെ പറഞ്ഞു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് മാത്രമാണ് സസ്പെൻഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടത്തുന്നുള്ളൂ. എന്നാൽ ലേ ഓഫ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ഇല്ല. ഇൻഡെഫിനിറ്റ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര നാളത്തേക്ക്, ഈ ഒരു മാസത്തേക്ക്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് ടെർമിനേറ്റ് ചെയ്യുന്നു, ജോലിയിൽ നിന്ന് ആളെ അങ്ങോട്ട് മാറ്റാണ്. അത് എന്താണ് അതിന്റെ കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു സം ഫാക്ടേഴ്സ് വിച്ച് കനോട്ട് ബി കൺട്രോൾഡ് ബൈ ദ എംപ്ലോയർ. അതായത് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് പോകുന്ന ചില സാഹചര്യത്തിലാണ് ഇത്തരം ലേ ഓഫുകൾ നടക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില എംപ്ലോയീസ്, ഒരു ഓർഗനൈസേഷൻ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഒരു ഓർഗനൈസേഷനിൽ 10-20 എംപ്ലോയീസ് ഉണ്ട്. 20 എംപ്ലോയീസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ 20 എംപ്ലോയീസിന് വെച്ചിട്ട് പല പല ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. മൊത്തം ഈ 20 എംപ്ലോയീസിന് വെച്ചിട്ട് ജോലി എന്താ പറയാ, അവരുടെ ഓർഗനൈസേഷൻ റൺ ചെയ്ത് കൊണ്ടുപോകുകയാണ്. ആൻഡ് അങ്ങനെ റൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ഇന്ന പ്രോഫിറ്റബിലിറ്റി നേടണം, ഇത്ര ലാഭക്ഷമതയിലേക്ക് എത്തണം, ഇത്ര ഗുഡ്വിൽ ഉണ്ടാകണം, ഇത്ര കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഓരോ ഗോൾ ഉണ്ട്, ഓരോ അവരുടേതായ ലക്ഷ്യമുണ്ട്. പക്ഷെ ഈ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് ഈ 20 എംപ്ലോയീസിനെ വെച്ചിട്ട് അവർ ജോലി ചെയ്യിപ്പിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ എത്ര ചെയ്തിട്ടും ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ലാഭത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. എന്നാൽ ഈ പറയുന്ന ചെലവുകളൊക്കെ, ദാറ്റ് മീൻസ് നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് സാലറി, വേജസ് ഇതൊക്കെ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ കൊടുത്തിട്ടും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ദർ ഇസ് നോ ഡിഫറൻസ്. അത് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, ഒരു 10 വർഷം കഴിഞ്ഞിട്ടും അതിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ചില സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അത് തന്നെ ഇങ്ങനെ കുറെ നാളുകൾ ഇങ്ങനെ എന്താ പറയാ, കുറെ വർഷങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തൊക്കെ പോകുമ്പോൾ ഓർഗനൈസേഷൻ ഒരു ഡെവലപ്മെന്റ് ഇല്ല, ഒരു ഗ്രോത്ത് ഇല്ല. അപ്പൊ എന്ത് ചെയ്യാണ്, അതിൽ നിന്ന് കുറച്ചു പേര്, ഈ 20 പേരില്ല എങ്കിലും
10-15 പേരുള്ളെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ചില കണ്ടെത്തലുകൾ അവർക്ക് അവരുടെ ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. സോ അങ്ങനെയുള്ള കുറച്ച് പേരെ എന്ത് ചെയ്യാണ്, വളരെ ലോ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന കുറച്ച് പേരൊക്കെ അവിടുന്ന് റിമൂവ് ചെയ്യാണ്. അത് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്മിസൽ അല്ല, അവരുടെ കുറ്റം കൊണ്ടല്ല. ഡിസ്മിസലും സസ്പെൻഷനും ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കുറ്റം കൊണ്ടാണ്. എംപ്ലോയീസ് ചെയ്യുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരെ ചിലപ്പോ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അഡക്വേറ്റുള്ള പെർഫോമൻസ് ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് നമ്മളുടെ ഡിസ്ചാർജ് നടക്കുന്നത്. സസ്പെൻഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിലേക്കാണ്. അതും ഇതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷന്റെ ഭാഗമായിട്ട് എടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ എംപ്ലോയീസിന്റേതായ യാതൊരു കുഴപ്പമൊന്നുമല്ല. എന്താണ്, പക്ഷെ നമ്മളുടെ നഷ്ടം സഹിച്ചോ അല്ലെങ്കിൽ വെറുതെ കുറെ പേയ്മെന്റുകൾ കൊടുത്ത് ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ എംപ്ലോയർക്ക് യാതൊരു രീതിയിലും വേറൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. കുറച്ച് എംപ്ലോയീസിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. മനസ്സിലായോ? That cannot be controlled by the employer. എംപ്ലോയർക്ക് യാതൊരു നിവൃത്തിയില്ല. ഇത് പ്രത്യേകിച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പർപ്പസ്, ഇതിന്റെ ഒരു ലേ ഓഫിന്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു റെഡ്യൂസ് ദ ഫിനാൻഷ്യൽ ബർഡൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രാരാബ്ദം അത് ഒഴിവാക്കാൻ, അത് കുറയ്ക്കാൻ, അതുപോലെ തന്നെ എന്താ വെച്ചാ അത്തരം ചില ഹ്യൂമൻ റിസോഴ്സിനെ they cannot be used in a proper manner. ശരിയായ രീതിയിൽ അത്തരം എംപ്ലോയീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. വെറുതെ കുറച്ച് പേര് അമിതമായിട്ട് കുറച്ച് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെതായ മൊത്തം റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ലേ ഓഫ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഓർഗനൈസേഷൻസിൽ നടത്തേണ്ടി വരുന്നത്. ക്ലിയർ ആയോ? ലേ ഓഫ് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ 4 രീതിയിലുള്ള സെപ്പറേഷൻസ് ആണ് ഓർഗനൈസേഷനിൽ സ്വാഭാവികമായിട്ട് സാധാരണഗതിയിൽ നടക്കുക. ഒന്നാമത്തേത് റെസിഗ്നേഷൻ, രണ്ടാമത്തേത് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ, 3 സസ്പെൻഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലേ ഓഫ്. ക്ലിയർ ആയല്ലോ? 4ഉം ഇമ്പോർട്ടന്റ് ആണ്. 4ന്റെയും എന്താ പറയാ, ഇതൊക്കെ ലൈൻസ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ടോപ്പിക് ആണ്, അടുത്ത ടോപ്പിക് ആണ് നമുക്ക് ഓർഗനൈസേഷന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനും ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ഫുള്ളി അവരുടെ പെർഫോമൻസുകളെ പുറത്തേക്ക് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു പ്രൊസീജിയർ ആണ് എംപ്ലോയി ട്രെയിനിങ്. സോ എംപ്ലോയി ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. വാട്ട് ഈസ് മെന്റ് ബൈ ട്രെയിനിങ്? എന്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ? ട്രെയിനിങ് ഇസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് എ സീരീസ് ഓഫ് പ്രോഗ്രാംസ്, അല്ലെ? പ്രോഗ്രാംഡ് ബിഹേവിയർ. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം എന്താ പറയാ, അതിന്റെ ഒരു സീരീസ്, ഇത് മുഴുവനും ആളുകളെ നല്ല കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് പ്രോഗ്രാംഡ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അത് പഠിക്കുക, അല്ലെ? ഇപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യണ്ടേ, ഈ ജോലി ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ആരിൽ നിന്നെങ്കിലും കൃത്യമായിട്ട് അത് മനസ്സിലാക്കി ഒരു പ്രോഗ്രാം പോലെ ഒരു പ്രത്യേക ഓർഡറിൽ കൃത്യമായിട്ട് പഠിക്കുക. അവിടെ നിന്നൊക്കെ പഠിക്കാണ്ട് മനസ്സിലാക്കുക, തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു ലേണിംഗ് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രെയിനിങ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് എന്ന് വെച്ചാൽ എന്താ? കുറെ അറിവുകൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ഒക്കെ ആരെങ്കിലും ഇപ്പൊ ഒരു അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരാള് മറ്റൊരാൾക്ക് അത് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇതൊക്കെ കൃത്യമായിട്ട് ആ അറിവ് ഇങ്ങോട്ട് പഠിക്കുകയാണ്. അത് പഠിക്കുന്നതോടൊപ്പം നമ്മളത് ചെയ്തും കൂടി നോക്കും, നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം. വെറുതെ കേട്ട് ഇരുന്ന് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ എഴുതിയോ കാണിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയൊന്നിരുന്ന ഇറ്റ്സ് നോട്ട് ട്രെയിനിങ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കേട്ട കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഡു ചെയ്യുക, ചെയ്തു നോക്കുകയാണ്. അതിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് വിളിക്കുക. ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, അതിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് വിളിക്കുക. ഇറ്റ് ഓൾസോ മേക്സ് അവെയർ ഓഫ് ദ എംപ്ലോയീസ് ഓഫ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു മാനേജ് ദ ബിഹേവിയർ. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? അതൊരു കൃത്യമായ ഒരു ബിഹേവിയർ ആയിട്ട് പഠിച്ചെടുക്കുക. എന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് നമ്മളുടേതായ രൂപീകരണം, നമ്മുടെ ബിഹേവിയറിൽ നമുക്ക് കൊണ്ടുവരാവുന്ന ചില മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിക്കുന്നു. നമ്മൾ ചിലപ്പോ പല കാര്യങ്ങളും പല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇത് ചെയ്യുന്നതിന് ഈ രീതിയിലാണ് ചെയ്തത്. ആ ഒരു ബിഹേവിയർ നമ്മളുടെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുക. സോ ഇറ്റ് ക്യാൻ ഇൻക്രീസ് അവർ പെർഫോമൻസ്. അപ്പൊ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും.
നമ്മളുടെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിനെ കുറച്ചുകൂടി ബെറ്റർ ഒരു ഇന്റൻഡഡ് ജോബിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയാക്കി മാറ്റാൻ പറ്റും. ഞാൻ ആദ്യമൊക്കെ ചിലപ്പോ ചെയ്യുന്ന എനിക്ക് ജോലിക്ക് കയറി കഴിയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോ അത്ര അങ്ങോട്ട് ഓക്കെ അല്ല, പെർഫെക്റ്റ് അല്ല. സോ എംപ്ലോയേഴ്സിന് അല്ലെങ്കിൽ മാനേജ്മെന്റിന്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഡിസൈഡ് വെദർ ദ എംപ്ലോയീസ് ഹാവ് ടു ബി ട്രെയിൻഡ്. കുറച്ചുകൂടി ട്രെയിനിങ്ങിന്റെ പോരായിട്ടുണ്ട്. കുറച്ച് ട്രെയിനിങ് കൊടുത്താൽ അവർ പ്രോപ്പർ ആകും, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസൾട്ടിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ ട്രെയിനിങ്ങിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എന്താണ് പ്രാഥമികമായിട്ടുള്ള ട്രെയിനിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്? ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഇപ്പൊ ഉള്ള എന്റെ പ്രൊഡക്ടിവിറ്റിയിൽ നിന്നും കുറച്ചുകൂടി ഇൻക്രീസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു? കുറച്ച് ട്രെയിനിങ് കൊടുക്കുന്നു. മാത്രമല്ല ടു അപ്ഗ്രേഡ് ക്വാളിറ്റി, നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ. മനസ്സിലായോ? ട്രെയിനിങ് കിട്ടുന്ന എംപ്ലോയീസും ട്രെയിനിങ് ഇല്ലാത്ത എംപ്ലോയീസും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ ക്വാളിറ്റി, അവരുടെ പെർഫോമൻസ് ലെവല് എല്ലാം വർദ്ധിച്ചിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് they can achieve or fulfill the organization's goals. ഓർഗനൈസേഷന്റേതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിലനിർത്താനും ഒരു ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ഉണ്ടാക്കാൻ, ഓർഗനൈസേഷന്റെ അന്തരീക്ഷം വളരെ മെച്ചപ്പെട്ടതാക്കാനും സ്വന്തം അവരവരുടെ ഹെൽത്ത് തന്നെ ഇംപ്രൂവ് ചെയ്യാനും പിന്നെ സേഫ്റ്റി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ എന്താ പറയാ ഈ എംപ്ലോയീസ് ട്രെയിനിങ് കൊണ്ട്. എന്ന് വെച്ചാൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഹെൽത്ത് നോക്കാൻ, എന്ന് വെച്ചാൽ ട്രെയിനിങ് കിട്ടിയവർക്ക് എന്താണ് ആ ജോലി കൊണ്ട് ഉണ്ടാകാവുന്ന ചിലപ്പോ അനാരോഗ്യമായിട്ടുള്ള ചില അന്തരീക്ഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ ട്രെയിനിങ്ങിലാണ് അവർക്ക് സാധിക്കുക. അപ്പൊ ട്രെയിനിങ് ലഭിച്ച ആളുകൾ അതിന്റെ പോരായ്മകളും മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ബോധേഡ് ആയിരിക്കും. സോ അവരതിനു വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ്, പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടായിരിക്കും ജോലി ചെയ്യുക. ഓക്കെ, അങ്ങനെ ആൻഡ് ഓൾസോ ഇത് റിസൾട്ട് ഇൻ പേഴ്സണൽ ഗ്രോത്ത്. ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ അവസാനം അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് എന്താ? ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വളർച്ച കൂടിയാണ് കിട്ടുക, അല്ലെ? ഒരുപാട് ട്രെയിനിങ് ഒക്കെ ലഭിച്ചവർക്ക്. അതല്ലാതെ നമ്മൾ നമ്മളുടെ തോന്നിയ രീതിയിലൊക്കെ ചെയ്ത് പക്ഷെ അത് 100% റിസൾട്ട് കൊണ്ടുവരുന്നത് നിർബന്ധമില്ല. സോ ആഫ്റ്റർ എംപ്ലോയീസ് ആർ ട്രെയിൻ ചെയ്ത എംപ്ലോയീസ് ആണെങ്കിൽ they can achieve better results and increase the productivity of the organization. ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാം, പേഴ്സണൽ ഗ്രോത്ത് കൊണ്ടുവരാം, നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ എംപ്ലോയീസ് ട്രെയിനിങ് കൊണ്ടുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒരു പാരഗ്രാഫ് ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ട്രെയിനിങ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് എ സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ. ആ ഒരു സെന്റൻസും. And the next, primary purpose of training are to increase productivity, upgrade quality, to help organization fulfill its future personal needs, to improve organizational climate, to improve health and safety, obsolescence prevention and personal growth. അതുകൊണ്ട് പറയുന്നത് obsolescence prevention എന്താ പറയാ പറഞ്ഞില്ല. എന്താണ് obsolescence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിപ്രീസിയേഷൻ എന്നൊക്കെ കേട്ടോ. ഡിപ്രീസിയേഷൻ, തേയ്മാനം, എന്താ പറയാ, നമ്മളിപ്പോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോ നമ്മള് ശ്രദ്ധയില്ലായ്മ കൊണ്ട് നമ്മൾ ആ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ചിലതൊക്കെ പാഴായി പോകും, അല്ലെ? എന്താ പറയാ, നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് അത് കൃത്യമായിട്ട് അതിന്റെ ഒരു കാൽക്കുലേഷൻസിൽ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ മാക്സിമം ആ സാധനത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ കുറെയൊക്കെ വെറുതെ പാഴായി പോവുക, വേസ്റ്റ് ആക്കി കളയുക, അങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കാനും ഈ പറയുന്ന ട്രെയിനിങ് കൊണ്ട് സാധിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. എന്താ പറയാ, നമ്മളിപ്പോ തുന്നലൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ചെയ്യുന്ന. ഇപ്പൊ നമ്മളുടെ വീട്ടില് നമ്മൾ എന്തെങ്കിലും തുണിയൊക്കെ എടുത്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് തുണിയൊക്കെ ചിലപ്പോൾ വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. പക്ഷേ ഉണ്ടല്ലോ, ഈ വലിയ വലിയ എന്താ പറയാ ഇതുപോലെയുള്ള ഒത്തിരി പൊട്ടിക്കുകളൊക്കെ ഇപ്പൊ ഉണ്ട്. ഒരുപാട് വലിയ എന്താ പറയാ ഈ ബുക്കുകളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറീസ് ഒക്കെ തന്നെ ഉണ്ട്. ഇവരെന്താ പറയാ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വലിയ ക്ലോത്ത് ആണെങ്കിൽ അതിനെ മാക്സിമം യൂസ് ചെയ്യുന്ന, അതിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വരാതെ മാക്സിമം അതിന്റെ ഈ കറക്റ്റ് പൊസിഷനിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് അധികം വേസ്റ്റ് വരാത്ത രീതിയിലൊക്കെ കട്ട് ചെയ്തവര് അവിടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഡ്രസ് മെറ്റീരിയൽ തയ്ച്ചെടുക്കും. മനസ്സിലായോ? അപ്പൊ അവിടെ അധികം വേസ്റ്റ് വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള വേസ്റ്റിംഗൊക്കെ പ്രിവെന്റ് ചെയ്യാൻ എംപ്ലോയീസ് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അത്
ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്തവരെന്ത് ചെയ്യും, പഠിക്കുകയാണല്ലോ, മര്യാദക്ക് ട്രെയിനിങ് ഒന്നുമില്ല, കുറെയൊക്കെ അവിടെ ഇവിടെ ഒക്കെ കണ്ടു കേട്ടതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്ത് പോകണം. അപ്പൊ നമ്മൾ തയ്ക്കാനെടുത്ത തുണിയേക്കാളും കൂടുതൽ വേസ്റ്റ് ആയിട്ട് താഴെ കിടക്കുക. അത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം ആ ഒരു സാധനത്തിന് എളുപ്പം മനസ്സിലാകുന്നത് കൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് എന്ത് ബിസിനസ് ഓർഗനൈസേഷനിലും അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കള് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. മാക്സിമം യൂട്ടിലൈസ് ചെയ്താലാണ് ഓർഗനൈസേഷനിൽ നേട്ടം ഉണ്ടാകുള്ളൂ. ഈ സാധനമൊക്കെ റോ മെറ്റീരിയൽസ് ആണെങ്കിലും കാശ് കൊടുത്ത് വാങ്ങിക്കണല്ലേ. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ, ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽസ് അതൊക്കെ അസംബിൾ ചെയ്ത് ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അപ്പൊ ഈ റോ മെറ്റീരിയൽസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതിങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ടുള്ള കെയർലെസ് ആയിട്ടുള്ള ഉപയോഗം കൊണ്ട് ഒബ്സലീറ്റഡ് ആയിട്ട് പോകാൻ അനുവദിക്കരുത്. അത് ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അതിനെയൊക്കെ കൃത്യമായിട്ട് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഒബ്സോൾസൻസ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്റെ അത് ആ വേർഡ് ആ ഒരു ഫ്രേസ് പറഞ്ഞില്ല, അതുകൊണ്ടാണ് രണ്ടാമത്തെ എടുത്ത് പറഞ്ഞത്. ഓക്കെ, സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാം? നമുക്ക് നോക്കാം എന്താണ് ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ. ട്രെയിനിങ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് മനസ്സിലായോ? അതൊരു സിംഗിൾ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ല. ട്രെയിനിങ് എന്ന് പറയുന്നതിന് കൃത്യമായിട്ട് പല പല പടിയായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാണ് ട്രെയിനിങ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. So first of all, first step is to discover or identify the training requirements. എന്തിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്, ആ ട്രെയിനിങ്ങിന്റെ ആവശ്യകത, അതിന്റെ റിക്വയർമെന്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയണം, ഡിസ്കവർ ചെയ്യണം, മനസ്സിലാക്കണം. മനസ്സിലായോ? എന്തിനുള്ള ട്രെയിനിങ് എന്തിനുള്ള ട്രെയിനിങ്ങിന് ഈ എംപ്ലോയീസിനെ വിളിച്ചു കൂട്ടണ്ടേ, അല്ലെങ്കിൽ എന്ത് ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കണ്ടേ, അത് ആദ്യം അറിയണ്ടേ? വേണോ? ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പ് ട്രെയിനിങ്ങിന്റെ ആവശ്യം അറിയണ്ടേ? മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്. സൗണ്ടില് ഇതൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ നമ്മള് ട്രെയിനിങ് റിക്വയർമെന്റ് എന്താണെന്ന് അറിയുക, മനസ്സിലാക്കുക, കണ്ടെത്തുക. ഓക്കെ. സെക്കൻഡ് വൺ ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. അതിനുശേഷം എന്ത് ചെയ്യണം? ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. അപ്പൊ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിനെ റെഡിയാക്കണം. പിന്നെ എന്ത് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഡോക്യുമെന്റുകൾ എന്ത് സാധനം വെച്ചിട്ടാണോ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത് അതിനുള്ള സജ്ജീകരണങ്ങൾ എല്ലാം വേണ്ടേ? നെക്സ്റ്റ് വൺ പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. ലേണർ ആരാ? ട്രെയിനിങ് ആണ്. ട്രെയിനിങ് ഒരു എന്താ പറയാ, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാനാണെങ്കിൽ ട്രെയിൻ ചെയ്യേണ്ടത് ഏത് ഗ്രൂപ്പിനെയാണോ അവരെയാണ് നമ്മൾ ട്രെയിനി അല്ലെങ്കിൽ ലേണർ എന്ന് വിളിക്കുക. പഠിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ആൾക്കാർ അവരെ പ്രിപ്പയർ ചെയ്യിക്കുക എന്ന് വെച്ചാൽ അവർക്ക് പ്രിപ്പറേഷൻസ് കൊടുക്കുക. അവരോട് എന്തൊക്കെയാണ് നിങ്ങൾ ഇതിന്റെ ട്രെയിനിങ് വരുമ്പോൾ ഇന്ന സാധനം കൊണ്ടിട്ട് നിങ്ങൾ ഇന്ന സമയത്ത് റെഡിയായി വരണം, നിങ്ങൾക്ക് ഇന്ന ട്രെയിനിങ് ആണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അവർക്ക് അതിനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അവരെ റെഡിയാക്കുക. അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ ഇസ് ദ തേർഡ് സ്റ്റെപ്പ് ഇൻ ട്രെയിനിങ് പ്രൊസീജിയർ. ട്രെയിനിങ് പ്രോഗ്രാമിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്, രണ്ടാമത്തേത് ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്, മൂന്നാമത്തേത് ടു പ്രിപ്പയർ ദ ലേണർ. ലേണേഴ്സിനെ പ്രിപ്പയർ ആകുക. ഒന്നും കിട്ടിയോ? നെക്സ്റ്റ് വൺ, യെസ്, അടുത്തത് പ്രസന്റേഷൻ ഓഫ് നോളജ് ആൻഡ് ഓപ്പറേഷൻ. അതിനുശേഷം എന്താ? എല്ലാവരെയും റെഡിയാക്കി, നമ്മളും റെഡിയായി, ട്രെയിൻ ചെയ്യുന്ന ആൾക്കാര് ട്രെയിനർ അവരും റെഡിയായി, ട്രെയിനീസ് അവരും റെഡിയായി വിചാരിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? പ്രസന്റ് ചെയ്യാണ്, ട്രെയിനിങ് കൊടുക്കുന്നത്, അത് അപ്ലൈ ചെയ്യാണ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത്. ഏത്? പ്രസന്റേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് നോളജ്. അതായത് എന്തൊക്കെയാണോ അറിവ് അത് പ്രസന്റ് ചെയ്യുക, അത് എന്താ പറയാ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക, കാണിച്ചു കൊടുക്കുക, ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെ. മനസ്സിലായോ? ട്രെയിനർ അതിന് വേണ്ടിയിട്ട് ഷുഡ് ക്ലിയർലി വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം. ഇല്ലസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇനി അവരോട് ചില ചോദ്യങ്ങൾ ഇടയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് ചില ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കണം. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ദ നോളജ്. മാത്രമല്ല അപ്പൊ അങ്ങനെ അവരുടെ അറിവിനെ കുറച്ച് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർലി നമ്മൾ കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം, പറഞ്ഞു കൊടുക്കണം, കാണിക്കണം, ഇല്ലസ്ട്രേറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ ഷുഡ് ആസ്ക് സം ക്വസ്റ്റ്യൻസ് ഇൻ ഓർഡർ ടു പുട്ട് മോർ നോളജ്. കൂടുതൽ അറിവുകൾ അവർക്ക് പകരാൻ വേണ്ടിയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇതൊക്കെ എന്താണ് എന്നിട്ട് അത് ലേണർ
അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവര് കൃത്യമായിട്ട് എന്താ പറയാ അവരോട് എത്രയാണ് ഈ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയത്, നിങ്ങൾ എത്രത്തോളാണ് അത് ഈ ഓരോ സ്റ്റെപ്പും വൈ ഇറ്റ് ഈസ് നെസസറി, ഈ ഓരോ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാണ്ട് ഇതെല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. ഈ പോയിന്റുകളില്ലേ നമ്മള് സ്റ്റെപ്സ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാമില് ആ പോയിന്റുകൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്, അടുത്തത് ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്, അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ലേണർ, അടുത്തത് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്, അടുത്തത് പെർഫോമൻസ് ട്രൈ ഔട്ട്, അടുത്തത് ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഈ ഇങ്ങനെയാണ് കേട്ടോ 6 പോയിന്റുകൾ. അതിന്റെ ഉള്ളിൽ അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ ഞാൻ പറയും ഈ 6 പോയിന്റ് ആണ് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ സ്റ്റെപ്സിൽ. ഓക്കെ. ഇനി ഈ 4ാമത്തെ എന്താ പറയാ പോയിന്റില് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പിന് അതിനകത്തില്ലേ, അതിനകത്ത് ആ ഒരു 2ാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. The trainer should clearly show, tell, illustrate and question in order to put over the new knowledge and operations. പുതിയ പുതിയ അറിവുകൾ അത് പറഞ്ഞും കാണിച്ചൊക്കെ പ്രവർത്തിച്ചൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് വളരെ വ്യക്തമായി പറയണം, വ്യക്തമായി കാണിച്ചു കൊടുക്കണം, വ്യക്തമായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഏത് സ്റ്റെപ്പിലാണെന്ന് ചോദിക്കും. ഓക്കെ, അത് ഈ സ്റ്റെപ്പിലാണ്. പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ് എന്ന് പറയുന്ന സ്റ്റെപ്പിലാണ് ഈ പറഞ്ഞ കാര്യം ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഏതിനകത്ത് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പഠിക്കണം നിങ്ങൾ പഠിക്കുമ്പോൾ. ക്ലിയർ ആയോ? 4th പോയിന്റ് മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ പെർഫോമൻസ് ട്രൈ ഔട്ട് ആണ്. ഇനി എന്താ? അപ്പൊ പറഞ്ഞും പഠിപ്പിച്ചും മനസ്സിലാക്കിയും ചെയ്തും ഒക്കെ കാണിച്ചു കൊടുത്തു. ആര്? 4th സ്റ്റെപ്പില് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ് അത് അപ്ലൈ ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുത്തു. ഇനി അടുത്തത് പെർഫോമൻസ് ട്രൈ ഔട്ട് ആണ്. അതാരായിരിക്കും ചെയ്യേണ്ടത്? നേരത്തെ ചെയ്തത് ട്രെയിനർ ആണ്, ഇപ്പൊ ചെയ്യേണ്ടത് ആരായിരിക്കും? ട്രെയിനി ആണ്. അപ്പൊ ഇവിടെ ട്രെയിനിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ ആസ്ക്ഡ് ടു ലുക്ക് ത്രൂ ഔട്ട് ദ ജോബ് സെവറൽ ടൈംസ്. പല പ്രാവശ്യം ഈ പറഞ്ഞ് ചെയ്ത് കാണിച്ച കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം അവരോടൊന്ന് ആവർത്തിക്കാനായിട്ട് പറയുന്നു ട്രെയിനിയോട്, ട്രെയിനർ. മനസ്സിലായോ? അപ്പൊ അത് ഓരോന്ന് പതുക്കെ അവരോട് ചെയ്യാനും അതിന്റെ ഓരോ സ്റ്റെപ്സും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ അവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവര് അത് കാണിക്കും, അല്ലെങ്കിൽ അവര് എക്സ്പ്ലെയിൻ ചെയ്യും ഓരോ സ്റ്റെപ്സും. ആൻഡ് ഇഫ് ദേ മേക്ക് സം മിസ്റ്റേക്സ്, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ 1-2 പ്രാവശ്യമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴൊന്നും പെട്ടെന്ന് ചിലർക്കൊന്നും ക്ലിയർ ആകില്ല. അപ്പൊ അങ്ങനെ അവരെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ വരുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ കറക്റ്റ് ചെയ്യണം. അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്ന് കറക്റ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമല്ല ഈ ജോബ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരെ കൊണ്ട് ചെയ്ത് കാണിപ്പിച്ച് അവരെ കൊണ്ട് അവരുടെ ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കാനും മാത്രമല്ല ചെയ്യുന്ന ജോലി കുറച്ചുകൂടി സ്പീഡപ്പ് ആയിട്ട് ചെയ്യാനും ഒക്കെ ഇത് കാരണമാണ്. മനസ്സിലായി? അതാണ് പെർഫോമൻസ് ട്രൈ ഔട്ട്. അധികം കുറെ ദിവസങ്ങളോ മാസങ്ങളോ ഒന്നും ഈ ട്രൈ ഔട്ടിന് ഇല്ല കേട്ടോ. ആ കാണിച്ചു കൊടുക്കുന്ന 4th സ്റ്റെപ്പിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവര് ട്രെയിനർ കാണിച്ചു തന്നത് ട്രെയിനിനേഴ്സിനെ കൊണ്ട് അതെന്ത് ചെയ്യുന്നു? ചെയ്യിപ്പിക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെ അവരുടെ ആ ഒരു പെർഫോമൻസ് എന്താ പറയാ, പെർഫോമൻസ് അവരുടെ ആ ഒരു ഇത് ബിൽഡപ്പ് ചെയ്യാനും അതോടൊപ്പം തന്നെ അത് സ്പീഡപ്പ് ആയിട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പെർഫോമൻസ് ട്രൈ ഔട്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? Yes, 5th one ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. And the last one is follow up and evaluation of the program. അടുത്തത് എന്താ? Follow up and evaluation of the program. After providing these training, ഈ ട്രെയിനിങ് ഒക്കെ കൊടുത്തതിനൊക്കെ ശേഷം, ട്രെയിനിങ് ഒക്കെ നമ്മൾ കൊടുത്തു, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തു, ട്രെയിനർമാരും ട്രെയിനേഴ്സിനെ കൊണ്ടൊക്കെ ഒരുപാട് എഫേർട്ട് ഒക്കെ എടുത്താണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. പിന്നെ ജോലിക്ക് അങ്ങോട്ട് കയറിപ്പോ എന്നങ്ങോട്ട് പറഞ്ഞു. ആ ജോലിക്ക് അവരെ കയറ്റി അങ്ങോട്ട് വിട്ടിട്ട് പിന്നെ ആവശ്യത്തിന് തിരിഞ്ഞു നോക്കാതിരുന്ന കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇടയ്ക്ക് അവർക്ക് ഇവാലുവേറ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ട്രെയിനിങ് എഫേർട്സിനെ എന്ത് ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുത്ത ട്രെയിനിങ് എഫേർട്സ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് അറിയണ്ടേ. അപ്പൊ നമ്മളെടുത്ത ട്രെയിനിങ് പ്രൊസീജിയേഴ്സ് അത് ഇഫക്റ്റീവ് ആയോ, അതിൽ നിന്ന് പോസിറ്റിവിറ്റി ഉണ്ടായോ, പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഫോളോ അപ്പ് നടത്തണം, ഇവാലുവേഷൻസ്
That is the last step in training program. Training program complete ആകുന്നത് ഇപ്പോഴേ ഉള്ളൂ. ഇപ്പൊ ട്രെയിനിങ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, എല്ലാം കഴിഞ്ഞു, ഇനി അവർ ജോലിക്കായിട്ട് അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരവരുടെ ഏരിയയിലേക്ക് വിടുന്നു. പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കാതെയോ ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. അവർക്ക് കൊടുത്ത ട്രെയിനിങ്ങിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക, ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? യെസ്. സോ ദീസ് ആർ ദ ട്രെയിനിങ് സ്റ്റെപ്സ്. ട്രെയിനിങ് പ്രോഗ്രാമിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നൗ അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം. ട്രെയിനിങ് മെത്തേഡ്സ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ട്രെയിനിങ് രീതികളുണ്ട്? ട്രെയിനിങ് രീതികളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ട്രെയിനിങ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു: ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് ട്രെയിനിങ് മെത്തേഡുകൾ ഉള്ളത്: ഓൺ ദ ജോബ്, ഓഫ് ദ ജോബ്. ഓൺ ദ ജോബ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും which takes place usually in the actual workplace. എവിടെയാണോ നമ്മുടെ ജോലി, ആ ജോലി സ്ഥലത്ത് തന്നെ വെച്ചിട്ട് കൊടുക്കുന്ന ട്രെയിനിങ്. അതിന്റെ വേർഡ് കേൾക്കുമ്പോൾ അറിയാലോ, ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ മറ്റാളുകൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെയൊക്കെയാണ് ടീച്ചർമാരെ വിളിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന ക്ലാസ്സിന്റെ നോട്ട് ഇവിടെ പ്രസന്റ് ചെയ്യുന്നു. നമ്മള് എന്താ പറയാ, ഓൺമ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കുന്നു. അവരെ കൊണ്ടൊന്നും പിടിക്കണ്ട, മിണ്ടാന്നുണ്ടെങ്കിൽ അവർ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്ക് സമയം എന്തെങ്കിലും കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. ക്യാമറയിൽ നോക്കി നമ്മള് ക്ലാസ് എടുക്കണം അല്ലെ? അവരുടെയൊക്കെ നോക്കാൻ പാടില്ല, താഴേക്ക് ഇങ്ങനെ നോക്കാൻ പാടില്ല, ചെയ്യുമ്പോൾ താഴേക്കൊക്കെ നോക്കും അല്ലെ? പക്ഷെ ആക്ച്വലി ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു ട്രെയിനിങ്, അതും ഒരു ട്രെയിനിങ് ആണ്. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അത് നമ്മൾ ആക്ച്വൽ വർക്ക് പ്ലേസിൽ വെച്ചിട്ടാണ്, വേറെ എവിടെയും കൊണ്ടുവച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ് മെത്തേഡിനെയാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് അല്ലെങ്കിൽ OJT എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആക്ച്വൽ ആയിട്ടുള്ള ടൂൾസും ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് അതെ ജോലി സ്ഥലത്ത് എന്നെ കൊണ്ടുവന്നിട്ട് ഡോക്യുമെന്റ് വെച്ച് ചിലപ്പോ വല്ല കണക്കിന്റെയോ മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ജോലിയാണ് ട്രെയിനിങ് കൊടുക്കുന്നെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ, ഇതിന്റെ ബാലൻസ് ഷീറ്റ് ആണ്, ഇതിന്റെ ഫിനാൻഷ്യൽ എന്താ പറയാ സ്റ്റേറ്റ്മെന്റുകളാണ്. അത് പറഞ്ഞിട്ട് ആ ഡോക്യുമെന്റുകളൊക്കെ തന്നെ വെച്ച് കാണിച്ചു കൊടുക്കുന്നു. മനസ്സിലായോ? ഇതൊക്കെയാണ് നമ്മുടെ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് പ്രധാനമായിട്ടും രണ്ടായിട്ട് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും അപ്രന്റീസ്ഷിപ്പും. ഏതാ? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് JIT ആൻഡ് അപ്രന്റീസ്ഷിപ്പ്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ കുറച്ച് കൂടുതൽ ഇപ്പൊ കണക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോഴേ ഒറ്റ എനിക്ക് വന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് കൊടുത്ത് ആളുടെ വലിയ പുറത്ത് അവിടെ ഇരിക്കും. അപ്പൊ അതല്ലാതെ ആദ്യം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ട്രെയിൻ ചെയ്യുന്നു. അത് ആള് വ്യക്തമായിട്ട് 1-2 പ്രാവശ്യം പുള്ളിക്കാരി ആരാണോ കൃത്യമായിട്ട് അത് ചെയ്ത് പെർഫെക്റ്റ് ആകുന്നവരെ അത് തന്നെ. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ കൊടുക്കും. കണ്ടോ? മനസ്സിലായി? അത് ഗ്രാജുവൽ ലേണിംഗ്, ഗ്രാജുവൽ ആയിട്ട് പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്ത് ചെയ്യിപ്പിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. അതിനെയാണ് നമ്മൾ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് മനസ്സിലായോ? മനസ്സിലായില്ല? ആൻസർ ഇവിടെ ഈ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ നമുക്ക് ഈ ഒരു സൗണ്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത് മിനിമൈസ് ചെയ്താല് ഇപ്പത്തെ കൂടി തപ്പൊക്കെ കൊണ്ടിട്ട് അത് കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ ആദിത്യ, ആഷിലിയാണ്, ആഷിലി സാദി പറയാം. പിന്നെ ഒരാൾ കൂടി പേര് അങ്ങനെയുള്ളവരൊക്കെ വിളിക്കുന്നത് മനസ്സിലായിട്ടുള്ളത് മനസ്സിലായി തമ്മിൽ കേട്ടോ. നിങ്ങൾക്ക് പേര് ഇടുകയാണെങ്കിൽ IS എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് ഞാൻ ഈ സാധനം മിനിമൈസ് ചെയ്ത് നോക്കണം, ആരെങ്കിലും തപ്പ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് മനസ്സിലായില്ല? ഗ്രാജുവൽ ആയിട്ടുള്ള ലേണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു വലിയ കാര്യം ട്രെയിൻ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അത് മുഴുവനും ഒന്നങ്ങളുടെ ആളോട് പറഞ്ഞോ ചെയ്തോ കാണിച്ചു കൊടുത്താൽ അത് മുഴുവനും ആൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിന് പകരം അതിനിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഗ്രാജുവൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ആദ്യം ഇൻസ്ട്രക്ട് ചെയ്യുന്നു. അത് ആളെ കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി ആളെടുക്കുന്നത് വരെ കുറച്ച് സാവകാശം കൊടുക്കുക.
അടുത്തത് അത് കഴിഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ ആളത് പെർഫെക്റ്റ് ആയി എന്ന് തോന്നുമ്പോൾ അടുത്ത ഭാഗം ആൾക്ക് അത് കഴിഞ്ഞിട്ട് ഇന്നതാണ് നീ ചെയ്യേണ്ടത് എന്ന് അത് ഇൻസ്ട്രക്ട് ചെയ്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വലിയ ജോബിനെ കുഞ്ഞു കുഞ്ഞതായിട്ട് സബ്ഡിവൈഡ് ചെയ്ത് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ലേണിങ്ങിന് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അത് കംപ്ലീറ്റ് ആകുന്നത് വരെ പഠിച്ചു തീർക്കുന്നത് വരെ അതങ്ങനെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനെയാണ് നമ്മൾ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്നുള്ള ഗ്രാജുവൽ ലേണിംഗ്. അത്രേ ഉള്ളൂ. ഗ്രാജുവൽ എന്ന് പറഞ്ഞാൽ എന്താ? പടിപടിയായിട്ട് ഗ്രാജുവൽ ആയിട്ട് പതിയെ ആദ്യം ഒരു കുറച്ച് ഭാഗം, പിന്നെ അടുത്ത ഭാഗം, പിന്നെ അടുത്ത ഭാഗം, അങ്ങനെ അത്രേ ഉള്ളൂ. മനസ്സിലായോ? ആൻമരിയ? ഓക്കെ. യെസ്. അടുത്തത് അപ്രന്റീസ്ഷിപ്പ് ആണ്. അപ്രന്റീസ്ഷിപ്പ് ഒക്കെ ഇപ്പോഴും ഉണ്ട്, പണ്ടൊക്കെ നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. ഫ്രണ്ട്സ് സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് 2 അപ്രന്റീസുമാർ വന്ന് ജോലിക്ക് 3 പേര് ജഗതിയുടെ കീഴില് പടി പഠിക്കാൻ വന്ന 3 ആൾക്കാരാണ് അല്ലെ? കണ്ടോ ഈ സിനിമ? കുറച്ച് ഹിറ്റായ സിനിമയാണല്ലോ. കാണാത്തവരാണോ നിങ്ങളൊക്കെ? ഒത്തിരി കോമഡിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സിനിമയാണ്. അതെ, അതിനകത്തുണ്ട് 3 അപ്രന്റീസുമാർ, ജയറാം, മുകേഷ് ആൻഡ് ശ്രീനിവാസ്. ഒരു 3 പേര് അപ്രന്റീസ് ആയിട്ട് വലിയ വീട്ടിലെ ആളുകളാണ്. പക്ഷെ ഏതോ സാഹചര്യത്തിൽ അവർക്ക് വീട് വിട്ട് പോകേണ്ടി വന്നു. അപ്പൊ ഏതോ ഒരു വകയിലെ ആവട്ടെ അങ്ങോരുടെ അടുത്ത് അങ്ങോരെ തേടി പിടിച്ച് ആ നാട്ടിൽ ചെല്ലുന്നു. അപ്രന്റീസുകളായിട്ട് ഞങ്ങളെ ജോലിക്ക് എടുക്കാനായിട്ട് പറഞ്ഞു. ദാറ്റ് മീൻസ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചെടുക്കുക. ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൈത്തൊഴിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചെടുക്കുക ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന്. അല്ലെങ്കിൽ ഒരു എന്താ പറയാ ട്രെയിനർ, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ജോലി പഠിച്ചെടുക്കുക. ഫോർ എ ലോ ഓർ ഫിക്സഡ് ബേസ്, വളരെ കുറഞ്ഞ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നിന്ന് അത് പഠിച്ചെടുക്കുന്നു. അപ്പൊ ഇപ്പൊ ചിലപ്പോ എന്താ പറയാ ആ സിനിമയിൽ ഇങ്ങനെയാണ്, ജഗതി ഒരു പെയിന്ററാണ്, അദ്ദേഹം പ്രൊഫഷണൽ പെയിന്ററാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ പണിക്കാരൊക്കെ. അപ്പൊ അദ്ദേഹത്തിനാണ് വലിയ എമൗണ്ട് കിട്ടുക, കൂലി കിട്ടുമ്പോ വലിയ എമൗണ്ട് ആൾക്കാണ് കിട്ടുക. ഇനി ഇങ്ങനെയുള്ള അപ്രന്റീസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിയൊന്നും അറിയില്ല, പക്ഷെ അവരെ കൊണ്ട് അത് ഇപ്പൊ പെയിന്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് വലിയ കുറെ ദിവസം ഒന്നും വന്ന് ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു 1-2 മണിക്കൂർ കൊണ്ടൊക്കെ പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ അവരത് ചെയ്യാം. ചിലപ്പോൾ അതിനൊന്നും ആദ്യമൊക്കെ പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അവരെ കൊണ്ട് വില തൂക്കലോ തുടങ്ങിയൊക്കെയാണ്, ചോരൊക്കെ തൂക്കൽ തുടങ്ങിയൊക്കെയാണ് ആദ്യം ചെയ്യിപ്പിക്കുക. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ആൾക്ക് കിട്ടുന്ന അതേ കൂലിയൊന്നും ഇവർക്ക് കിട്ടില്ല, വളരെ ലോ വേജസ് ആണ്. ആ സാധനം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയറുടെ കൂടെ നിന്ന് ജോലി ചെയ്യുന്ന ആ ഒരു രീതിയാണ് അപ്രന്റീസ്ഷിപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആ സിനിമയിൽ അവരുടെ 3 പേരുടെ ആ ജോലി തന്നെയാണ്. ഇതുപോലെ എന്താ പറയാ ഈ വർക്ക്ഷോപ്സില് അധികം പഠിക്കാനൊക്കെ പണ്ടൊക്കെ അങ്ങനെയാണ്. അധികം പഠിക്കാൻ വലിയ കഴിവില്ലാത്ത കുട്ടികളൊക്കെ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും വല്ല വർക്ക്ഷോപ്പിലൊക്കെ പിടിച്ചുകൊണ്ടുപോയി ആക്കും. കാരണം അവിടെ നിന്നാ പണി പഠിക്കട്ടെ, വണ്ടിയൊക്കെ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കട്ടെ. വൈകുന്നേരം ആകുമ്പോൾ ചെറിയ ഒരു എന്താ പറയാ വേജസ് ആയിട്ട് കൂലിയായിട്ടൊക്കെ കൊടുത്തു വിടും. കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരും എന്താകും, ആശാനെ പോലെ വലിയ പുള്ളിയാകും. മനസ്സിലായോ? അപ്പൊ അതാകും. അതിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ പഠിച്ച് കുറെ എക്സ്പേർട്ട് ആകും അവർ. പിന്നീട് അവർക്കും അവരുടേതായ രീതിയിൽ ഇതുപോലുള്ള പുതിയ വർക്ക്ഷോപ്സ് ഒക്കെ ഇടാൻ പറ്റും. അതുപോലെ ജോലി ചെയ്യുന്നതാണ് അപ്രന്റീസ്ഷിപ്പ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? അപ്പൊ ഇത് രണ്ടും ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലെ 2 മെത്തേഡുകളാണ്. ക്ലിയർ? 2 ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തോ. ഓൺ ദ ജോബ് ട്രെയിനിങ് മുതല് അപ്രന്റീസ്ഷിപ്പിന്റെ അവസാനം വരുന്ന അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പറയട്ടെ അടുത്തത്. യെസ്. അപ്പൊ അടുത്തത് നമ്മൾ പറഞ്ഞു ട്രെയിനിങ് മെത്തേഡ്സ്, ട്രെയിനിങ് ടെക്നിക്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് അവിടെയും പേര് കേൾക്കുമ്പോൾ ഓൺ ദ ജോബ് ആ വർക്ക് പ്ലേസിൽ, ആക്ച്വൽ വർക്ക് പ്ലേസിൽ ട്രെയിനറും ട്രെയിനിങ്സ് ഒക്കെ കൂടി ഇരുന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നു. അതിന് ഓൺ ദ ജോബ്. എന്നാൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? a training method in which the workers or employees are learning their job roles away from the actual workplace. അവരുടെ ജോലിയുടെ സ്ഥലത്ത് നിന്ന് കുറെ ദൂരെയായിട്ട്, കറക്റ്റായിട്ട് നമ്മുടെ ജോലി സ്ഥലത്ത് ഇരുന്നിട്ടല്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തിയിട്ട്
എംപ്ലോയീസിനെ വർക്കേഴ്സിനെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയാണ്. പറഞ്ഞോ ചെയ്തോ ഒക്കെ കാണിച്ചു കൊടുക്കുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെയുള്ളത് ഏതൊക്കെയാണ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് രീതികൾ ഏതൊക്കെയാണ്. ഒന്നാമത് ലെക്ചേഴ്സ്. ലെക്ചർ കോളേജില് ലെക്ചേഴ്സ് ഉണ്ടാവില്ലേ, അതായത് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇപ്പൊ ലെക്ചറൽ ക്ലാസ് മാത്രം കുറെ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തിയററ്റിക്കൽ ആയിട്ട് കുറെ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ആ തിയററ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ഇതുപോലെ ആ ജോലി സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് പറ്റില്ല. ബിക്കോസ് നോർമൽ ആയിട്ടുള്ള ആ ജോലി ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനിടയ്ക്ക് കുറെ എംപ്ലോയീസ് വിളിച്ച് എവിടെയെങ്കിലും കൂട്ടിയിരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടായിരിക്കും ഇത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ എന്താ പറയാ ആക്ച്വൽ വർക്ക് പ്ലേസ് അല്ല, ജോലി സ്ഥലത്തല്ലാതെ എവിടെയെങ്കിലും ഒരു മുറി അതിനുവേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരുക്കി അവിടെ വെച്ചിട്ട് എംപ്ലോയീസിനും വർക്കേഴ്സിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ആ ഒരു രീതി ലെക്ചർ മെത്തേഡ്, അതൊരു ഓഫ് ദ ജോബ് ട്രെയിനിങ് രീതിയാണ്. നെക്സ്റ്റ് വൺ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അതും ഇതുപോലൊക്കെ തന്നെയാണ്, ഒരു ക്ലാസ് റൂം രീതിയിലുള്ള ട്രെയിനിങ് മെത്തേഡാണ്. ഒരു ക്ലാസ് റൂം പോലെ ആക്കിയിട്ട് അവിടെ എന്താ പറയാ കുറച്ചുകൂടി ലെക്ചർ മാത്രമല്ല, അതായത് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് എന്താ പറയാ എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ ചില മെഷീൻസ്, ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ഇത് ആക്ച്വൽ ആയിട്ടുള്ളതായിരിക്കില്ല, ഒറിജിനൽ അല്ല, അല്ലാതെ ഐഡന്റിക്കൽ ആയിട്ട് അതുപോലെ തോന്നുന്ന ചില എക്യുപ്മെന്റ്സ് ഒക്കെ കൊടുന്ന് വെച്ചിട്ട് വർക്ക് പ്ലേസിൽ നിന്ന് ദൂരെ എവിടെയെങ്കിലും ഒരു ക്ലാസ് റൂം പോലെ സംഘടിപ്പിച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്ങൾ. ആക്ച്വൽ ടൂൾസ് ഒന്നും ഉണ്ടാവില്ല, ഐഡന്റിക്കൽ ആയിട്ട് അതുപോലെ തോന്നുന്ന സാധനം ഓക്കെ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പൊ നമ്മളുടെ എന്താ പറയാ ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ എന്താ പറയാ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യ ഇപ്പൊ എന്താ പറയാ മനുഷ്യ ശരീരം തന്നെ അവിടെ കൊണ്ടൊന്ന് കിടത്താനൊന്നും പറ്റില്ല. ഇപ്പൊ അതിന് ഐഡന്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു രൂപം ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടായിരിക്കും അല്ലെ ചെയ്യാം. അപ്പൊ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ ബോഡി പാർട്സ് കാണിച്ചു കൊടുക്കാനോ വേറെ ഏതെങ്കിലും ഇന്റേണൽ ഓർഗൻസ് കാണിച്ചു കൊടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനത്തെയുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ നോക്കും. സ്കെലിറ്റൻസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചേക്കണ്ടില്ലേ, സ്കെലിറ്റൻസ് ഒക്കെ. അപ്പൊ ഇതുപോലെയുള്ള ക്ലാസ് റൂമിൽ അത് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതിന്റെ കാര്യങ്ങളൊക്കെ. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് ഇതെല്ലാം. അതൊക്കെ എവിടെ നടക്കാം, എവിടെയെങ്കിലും ഒരു ക്ലാസ് റൂം പോലെ ഒരു റൂം അതിന് വേണ്ടി പെർട്ടിക്കുലർലി സംഘടിപ്പിച്ചിട്ടായിരിക്കും ട്രെയിനിങ് കൊടുക്കുക. അതിനെയാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡില് ഈ പറയുന്ന പോയിന്റുകളെല്ലാം തന്നെ ആ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ടല്ലോ, lectures, vestibular training, conference, group discussions, case studies, role playing, programmed instructions and field group training. ഇത്രയുമാണ് നമ്മുടെ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്നത്. അത് ഏതൊക്കെയാണ് വരുന്നതെന്ന് ചോദിക്കും, കൂടാതെ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നു, ചെയ്യണം. അതിന്റെ ഒരു ഭാഗമായിട്ട് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, അപ്പൊ അതുകൊണ്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. In dash training, a classroom which is often done with the help of the equipment and machines which are identical with those in use in the place of work. ജോലി സ്ഥലത്ത് ഉപയോഗിക്കുന്ന പോലെയുള്ള എക്യുപ്മെന്റുകൾ അതുപോലെ, അതാണെന്നല്ല പറയുന്നത്, അതുപോലെയുള്ള മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ അതിന്റെയൊക്കെ സഹായത്തോടെ ഒരു ക്ലാസ് റൂമിനകത്ത് കൊടുക്കുന്ന ട്രെയിനിങ് തന്നെയാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് വിളിക്കുക. മനസ്സിലായോ? അടുത്തത് കോൺഫറൻസ് ആണ്. കോൺഫറൻസും ഇതുപോലെ തന്നെ ഒരു വലിയ ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്നിട്ട് എന്താ പറയാ ഒരു കോൺഫറൻസ് ഹാളൊക്കെ വലിയൊരു ഹാളിനകത്ത് എംപ്ലോയീസിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ അത് ഇങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് ഒരാൾക്കോ രണ്ടാൾക്കോ ആണെങ്കിൽ അല്ല കേട്ടോ, ഇപ്പൊ ഈ ഗ്രൂപ്പിനെയൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കും. കോൺഫറൻസ് വലിയ മേശയിലൊക്കെ വിളിച്ചെത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന രീതി കോൺഫറൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആണ്. അതും ഒരു വേ ഓഫ് ട്രെയിനിങ് ആണ്. ഗ്രൂപ്പ് ഡിസ്കഷൻസ് അതായത് കുറെ എംപ്ലോയീസിനെ കൂട്ടി നിർത്തിയിട്ട് അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു, അവരോട് അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് നടത്തുന്നു, ചർച്ചകൾ നടത്തും. അപ്പൊ ഡിസ്കസ് ചെയ്യുമ്പോൾ ദേ ഹാവ് ദെയർ ഓൺ ഐഡിയാസ് അല്ലെ. ഓരോ എംപ്ലോയീസിനും ഓരോരുടേതായ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ പുതിയ എന്താ പറയാ ജോലിക്കാരൊക്കെ ആണെങ്കിൽ പഠിച്ച് പുതിയ മെത്തേഡിലൊക്കെ പഠിച്ചു വന്നവരൊക്കെ ഉണ്ടായിരുന്നു, പുതിയ രീതിയൊക്കെ പഠിച്ചു വന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അവരുടേതായ ഒത്തിരി ന്യൂ ഐഡിയാസ് ഉണ്ടായിരിക്കും.
അപ്പൊ എന്റെ ഐഡിയ ആവണമെന്നില്ല എന്റെ കൂടെ ഇരിക്കുന്ന മറ്റൊരു എംപ്ലോയിയുടെ ഐഡിയ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ ഇപ്പൊ പുതിയ വരുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അപ്പൊ അവരുടെ ഐഡിയ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ കുറച്ചുകൂടി നല്ല നല്ല ഐഡിയാസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇത്തരം ഗ്രൂപ്പ് ഡിസ്കഷൻസിലൂടെ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസും ഇറ്റ്സ് എ വേ ഓഫ് ട്രെയിനിങ്. അതും ഒരു ട്രെയിനിങ് രീതിയാണ്. ക്ലിയർ ആയോ? കൂടുതലൊന്നും അതിനെ കുറിച്ച് പറയേണ്ട. ഇതൊക്കെ തന്നെ ഈ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, കോൺഫറൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ. നെക്സ്റ്റ് വൺ കേസ് സ്റ്റഡീസ്. കേസ് സ്റ്റഡീസും അതെ, അതെന്താ? ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. ലേണിംഗ് ബൈ ഡൂയിങ് കേസ് സ്റ്റഡി. ഇത് നല്ലൊരു ഉദാഹരണം പറഞ്ഞാലേ ഇതും നമുക്ക് ഹോസ്പിറ്റൽസിലേക്ക് തന്നെ പോകാം. ഈ ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ പോകാറില്ലേ? ചില സമയത്തൊക്കെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോഴേ കുറച്ച് പ്രായം കുറഞ്ഞ കുട്ടികള്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അവിടെ അപ്പുറത്ത് രണ്ട് കസേരക്കിട്ട് ഇരിക്കേണ്ട എന്ന് വെച്ചാൽ ഒരു സീനിയർ ആയിട്ടുള്ള ഡോക്ടർ ഓരോ പേഷ്യൻസിനെയും ഹൗ ദേ ഡീൽ ഹാൻഡിൽ, അവരെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അവര് പറയുന്ന പേഷ്യൻസ് പറയുന്ന കാര്യങ്ങളും രോഗങ്ങളും ഒക്കെ വെച്ചിട്ട് സീനിയർ ഡോക്ടർ എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത്, എന്തൊക്കെ സജഷൻസും ഇൻസ്ട്രക്ഷൻസും പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ടും കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഇരിക്കും. അപ്പൊ നമ്മളിപ്പോ പേഷ്യന്റ് കണ്ട് ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് പ്രിസ്ക്രിപ്ഷനൊക്കെ തന്നു, നമ്മളോട് പൊക്കോളാൻ പറയും. നമ്മൾ പോയി കഴിയുമ്പോൾ അതിനെ കുറിച്ചുള്ള ചെറിയ എക്സ്പ്ലനേഷൻസ് ആ ഡോക്ടർ, സീനിയർ ഡോക്ടർ ഈ കുട്ടികൾക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യും, എന്ന് വെച്ചാൽ മനസ്സിലാക്കി കൊടുക്കും. അതൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. ആ ഇരുന്നുകൊണ്ട് തന്നെ ആ ചെയ്യുന്ന സമയത്ത് തന്നെ അത് അവർ പഠിക്കുകയാണ്. അതൊക്കെയാണ് കേസ് സ്റ്റഡീസ്. മനസ്സിലായോ? ലോയേഴ്സിന്റെ അടുത്തും ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ലോയർ വലിയ സീനിയർ ആയിട്ടുള്ള വക്കീലിന്റെ അടുത്തൊക്കെ ജൂനിയർ മറ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോയേഴ്സ് ആയിട്ട് ഇറങ്ങിയ ഫ്രഷേഴ്സ് ഒക്കെ പോകും. അപ്പൊ അവരെ ഓരോ കേസസ് ഒക്കെ എങ്ങനെ പഠിക്കുക, അതെങ്ങനെ ഡീൽ ചെയ്യാം, അതിന്റെ സാഹചര്യങ്ങളും മറ്റുമൊക്കെ സീനിയർ ലോയേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ഇന്ന സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ അവരെടുക്കുന്നതും ഇവരെ അറിയിക്കും. അപ്പൊ അതിൽ കൂടിയൊക്കെ അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ആ മനസ്സിലാക്കിയെടുത്തതിൽ നിന്ന് സ്വന്തം ഐഡിയാസ് വെച്ച് പല പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റും. മനസ്സിലായോ? അതും ഒരു കേസ് സ്റ്റഡീസും ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. ഏത് ട്രെയിനിങ്? ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അടുത്തത് ഒന്നുകൂടി വേഗം പറയാം. റോൾ പ്ലേയിങ് ആണ് കേട്ടോ. റോൾ പ്ലേയിങ്. എന്താ റോൾ പ്ലേയിങ്? ഇത് റോൾ പ്ലേയിങ് തന്നെ. റോൾ പ്ലേയിങ് ഇപ്പൊ സിനിമാ നടന്മാരൊക്കെ ഓരോ കഥകളുടെ കഥാപാത്രങ്ങളായി മാറാറുണ്ട്. ചിലപ്പോഴൊക്കെ ആക്ച്വലി ടേക്ക് പ്ലേസ് ചെയ്ത ചില സംഭവങ്ങളായിരിക്കാം സിനിമയായിട്ട് വരാം, അല്ലെ? പക്ഷെ അതങ്ങനെ അഭിനയിക്കുകയാണ്, റോളാണ് ചെയ്യുന്നത്. ആ ഒരാളുടെ റോളാണ് ആള് ചെയ്യുന്നത്. ക്ലിയറാണ്? അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ നമ്മുടെ ആ ആടുജീവിതം അല്ലെ, അതിനകത്ത് ആ ഒരാളുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. ആളെ കുറിച്ചിട്ടാണ് ആള് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് സിനിമയിൽ വന്നത്. അത് ആ വ്യക്തിയല്ല അവിടെ അഭിനയിച്ചത്, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പൃഥ്വിരാജാണ് അതിനകത്ത് അഭിനയിച്ചത്. അത് റോൾ പ്ലേയിങ്. ഇത് കൂടാതെ തന്നെ അപ്പൊ ഇതും ഇതുപോലെയുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക റോൾ പ്ലേയിങ്. ഇതിനു വേണ്ടിയിട്ട് എന്താ പറയാ, ഓർഗനൈസേഷൻസിലൊക്കെ എംപ്ലോയീസിനെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ അവരെ കൊണ്ട് പ്രിട്ടൻഡ് ചെയ്യിപ്പിക്കുക, അഭിനയിപ്പിക്കുക. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ അല്ലാത്ത സമയത്തും നമ്മളെ കൊണ്ടത് പ്രിറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുക. അതിനെയാണ് റോൾ പ്ലേയിങ് എന്ന് വിളിക്കുക. റോൾ പ്ലേയിങ്ങും ഒരു ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്, പക്ഷെ ആ സാഹചര്യം അല്ല അന്നേരം അവിടെ, പക്ഷെ അത് സൃഷ്ടിച്ചെടുത്തിട്ട് അതിനകത്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു എംപ്ലോയീസിനെ കൊണ്ട്. മനസ്സിലായോ റോൾ പ്ലേയിങ് മെത്തേഡ്? അപ്പൊ റോൾ പ്ലേയിങ് മെത്തേഡും ഒന്ന് ഫുൾ ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ഫുൾ അണ്ടർലൈൻ ചെയ്തത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങും അതുപോലെ തന്നെ റോൾ പ്ലേയിങ്ങും. ഓക്കെ, അപ്പൊ ഇത്രയും വരെ നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ട് വരിക. സോ സി യു. മാത്രമല്ല ഇനി നമ്മള് കാണുന്നത് ഒരു പുതിയ ഇയറിലാണ്, ന്യൂ ഇയറിലാണ്. സോ വെൽക്കം ദ ന്യൂ ഇയർ വിത്ത് ഹാപ്പി ആൻഡ് ഈഗർ. നിങ്ങളും പുതിയ ഒരു കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ഇനി എന്താ പറയാ പുതിയൊരു ടേണിംഗ് പോയിന്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വർഷം കൂടിയാണ്. അപ്പോ നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ ഓൾ ടു യു.